കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക പടരാൻ ഇടയാക്കിയത് UPS ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് എന്നാണ് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം നടത്തിയ പരിശോധനയുടെ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ഷോർട്ടേജ് കാരണം ഒരു ബാറ്ററി ചൂടായി വീർത്ത് പൊട്ടിത്തെറിച്ചു. തീപ്പൊരി പടർന്ന് മറ്റ് ബാറ്ററികളും കത്തുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. 34 ബാറ്ററികളാണ് കത്തി നശിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പരിശോധനാ നടപടികൾ ഇന്നും തുടരും. രോഗികളെ ഒഴിപ്പിച്ച നടപടിക്രമങ്ങളിലും മറ്റും വീഴ്ചയുണ്ടായെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും അന്വേഷണമുണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇതിനിടെ ആശുപത്രിയിലുണ്ടായ മരണങ്ങളുടെ കാരണം പുക ശ്വസിച്ചല്ലെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. പുക പടർന്നതിന് പിന്നാലെ മരിച്ച 4 പേരുടെയും മരിച്ച നിലയിലെത്തിച്ച സ്ത്രീയുടേതടക്കം 5 മൃതദേഹങ്ങളാണ് അന്നേ ദിവസം രാത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. മരിച്ച 4 പേരും നേരത്തെ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഒരാൾക്ക് പലതവണ ഹൃദയാഘാതമുണ്ടായി. വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ചികിത്സയിലായിരുന്ന സ്ത്രീയുടെ ശരീരത്തിൽ വിഷാംശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് കടുത്ത ന്യൂമോണിയ ബാധയുമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളിലേക്ക് അണുബാധ പടർന്നതാകാം മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. 4മത്തെയാൾ ക്യാൻസർ ബാധിതനായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എമർജൻസി വിഭാഗം താത്കാലികമായി പഴയ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നു രാവിലെ മുതൽ കാഷ്വാലിറ്റി പ്രവർത്തനം തുടങ്ങി. ബീച്ച് ജനറൽ ആശുപത്രിയിലും കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, കോഴിക്കോട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.